ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അങ്ങനെ എങ്ങനെ ഫോം ചെയ്യുമെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ, ജനറേറ്റർ ആൻഡ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓഫ് 7,4 സൈക്ലിക്. ജനറേറ്റർ ആൻഡ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓഫ് 7,4 സൈക്ലിക് ഓർഡർ. ഓക്കെ, ജനറേറ്റർ മെട്രിക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ആ ഇക്വേഷനിൽ നിന്ന് മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വേഷനിൽ നിന്ന് മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ജനറേറ്റർ മെട്രിക്സിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് 1 + x + x³ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ x⁻⁷ ആണ്. ഇതിന് എളുപ്പം ഇത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ആദ്യം 1 ഉണ്ട്, പിന്നെ x⁻1 ഉണ്ട്, പിന്നെ x³ ഉണ്ട്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഇപ്പൊ ജനറേറ്റർ മെട്രിക്സ് ആലോചിക്കുക. ഈ ഫോർമുല തന്നില്ലെങ്കിൽ പോലും, എക്സാമിന് തന്നില്ലെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് അറിഞ്ഞിരിക്കണം ജനറേറ്റർ മെട്രിക്സിന്റെ ഫോർമുല 1 + x + x³. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ മെട്രിക്സ് ഫോർമുല എഴുതാന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1 + x + x³ ഞാൻ എങ്ങനെ ഒരു കോഡ് രീതിയിൽ എഴുതാന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചത് വെച്ച് എഴുതാം. അപ്പോൾ ഇതിന്റെ ഇക്വലന്റ് കോഡ് എങ്ങനെ എഴുതാം? x⁻⁴ ഇവിടെ എന്താണ് 1 × x⁻⁴. അപ്പോൾ 1 ഉണ്ട്, x⁻1 ഉണ്ട്, എക്സിന്റെ അവിടെ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ. എക്സ് ഉള്ളതുണ്ടോ? സർ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല സർ. ഓക്കെ, സ്ക്രീൻ കിട്ടുന്നില്ലേ? നോക്കാം. ഓക്കെ, ഷെയർ കൊടുത്തിട്ട് എന്ത് പറ്റി മാറിയെന്നു അല്ലേ? ഓക്കെ, താങ്ക് യു. ഇപ്പൊ കാണുന്നുണ്ടോ? ആ സർ, കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ ജനറേറ്റർ മെട്രിക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 + x + x³. ഓക്കെ, അപ്പൊ ഈ 1 + x + x³ എന്നുള്ളത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന വെച്ചാൽ ആക്ച്വലി എങ്ങനെ കിട്ടുന്ന വെച്ചാൽ x⁻n+1 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അത് 1 + x + x³ പിന്നെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്, x² + x⁻⁴. ആ ഒരു കേസ് വരണം കൂടെ ഉണ്ട്. അപ്പോൾ ജി ഓഫ് എക്സ് പഠിച്ചു വെക്കുക. ജി ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരും, ചിലപ്പോൾ തരത്തില്ല. പക്ഷെ തന്നാലും ഇല്ലെങ്കിൽ നമ്മൾ അത് അറിഞ്ഞു വെക്കണം. സോ വി ഹാവ് ടു സ്റ്റഡി ദിസ് ഫോർമുല. അത് എളുപ്പമെന്ന് വെച്ചാൽ ആദ്യം 1 ഉണ്ട്, പിന്നെ x⁻1 ഉണ്ട്, പിന്നെ x³ ഉണ്ട്. അതായത് അപ് ടു x³ വരെയാണ് ഉള്ളത്. 1 ഓഡ് നമ്പർ ആയ 1, ഇത് x⁻⁴ എന്ന് ചിന്തിച്ചാൽ പ്രശ്നമാണ്. 1 ഉണ്ട്, x⁻1 ഉണ്ട്, x³ ഉണ്ട്. അത് നമുക്ക് 2-3 തവണ നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇനി ഇതിനെ കോഡ് ഫോമിലോട്ട് എങ്ങനെ എഴുതുന്ന വെച്ചാൽ ആദ്യം x⁻⁴ ടേം ആയ 1 ഇവിടെ ഉണ്ട്. x⁻1 ടേം ഉണ്ടോ? ഉണ്ട്, അപ്പൊ അതും 1. x⁻2 ടേം ഉണ്ടോ? ഇല്ല, അപ്പൊ അത് 0. x⁻3 ടേം ഉണ്ടോ? ഉണ്ട്, സോ ഇറ്റ് വിൽ ബി 1. അപ്പൊ നമുക്ക് അത് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 1 1 0 1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ ബാക്കി റിമൈനിങ് സാധനം എന്താണ്? ഇറ്റ് വിൽ ബി 0. ഓക്കെ, ബാക്കിയുള്ളത് 0 ആണ്. അത് ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇനി അടുത്ത ഈ സാധനത്തിന് x⁻g ഓഫ് x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ജനറേറ്റർ മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആദ്യം g ഓഫ് x എഴുതുക. ജി ഓഫ് എക്സിന്റെ നമുക്ക് ഡയറക്റ്റ് അറിയാം, അതിൽ നിന്ന് കോഡ് ഫോം ചെയ്തു. ഇനി അടുത്ത x⁻g ഓഫ് x എഴുതുക. x⁻g ഓഫ് x മൾട്ടിപ്ലൈ. അപ്പൊ എന്താ കിട്ടും? x + x² + x⁻⁴ ആണല്ലോ. x⁻g ഓഫ് x എഴുതുക. അപ്പൊ x⁻g ഓഫ് x എഴുതുമ്പോൾ x⁻⁴ ടേം ഉണ്ടോ? ഇല്ല, 0. x⁻1 ടേം ഉണ്ടോ? ഉണ്ട്. x⁻2 ടേം ഉണ്ടോ? x⁻2 ടേം ഉണ്ട്. x⁻3 ഉണ്ടോ? ഇല്ല. x⁻4 ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതും എഴുതും. ഇവിടെ 4 ഇവിടെ 5 നോക്കണ്ട, അത് അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത x² × g ഓഫ് x. x² × g ഓഫ് x. x² × g ഓഫ് x. അപ്പൊ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജനറേറ്റർ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇതായിരിക്കും. ജനറേറ്റർ മെട്രിക്സിന്റെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി അടുത്ത ജനറേറ്റർ മെട്രിക്സിന്റെ തേർഡ് റോ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആദ്യത്തെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു 5. അപ്പൊ അതങ്ങനെ എക്സ് സ്ക്വയർ ഉണ്ടോ? അല്ല, എക്സ് റൈസ് ടു 0 ഉണ്ടോ? ഇല്ല. എക്സ് റൈസ് ടു 1 ഉണ്ടോ? ഇല്ല. എക്സ് സ്ക്വയർ ഉണ്ടോ? ഉണ്ട്. എക്സ് ക്യൂബ് ഉണ്ടോ? ഉണ്ട്. എക്സ് റൈസ് ടു 4 ഉണ്ടോ? ഇല്ല. എക്സ് റൈസ് ടു 5 ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതും എഴുതി. ഇനി ഇതിൽ എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ക്യൂബ് ഇൻറ്റു ജി ഓഫ് എക്സ്. എക്സ് ക്യൂബ് ഇൻറ്റു ജി ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഡ് എങ്ങനെയാണ്? 0 ഫൈനൽ മാത്രം പറയാം. 0. എക്സ് റൈസ് ടു 0 ഉണ്ടോ? ഇല്ല. എക്സ് റൈസ് ടു 1 ഉണ്ടോ? ഇല്ല. എക്സ് റൈസ് ടു 2 ഉണ്ടോ? ഇല്ല. എക്സ് റൈസ് ടു 3 ഉണ്ട്. എക്സ് റൈസ് ടു 4 ഉണ്ട്. എക്സ് റൈസ് ടു 5 ഇല്ല. എക്സ് റൈസ് ടു 6 ഉണ്ട്. നമ്മൾ അങ്ങനെ ഏത് വരെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. ഏത് വരെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഏത് വരെ മൾട്ടിപ്ലൈ ചെയ്യണമുള്ളത് എന്നറിയണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ജനറേറ്റർ മെട്രിക്സിന് മാറ്റമൊന്നുമില്ല. ജി കണ്ണൻ, പണ്ടുള്ള ജനറേറ്റർ മെട്രിക്സ് ഓഫ് ലീനിയർ ബ്ലോക്ക് മോഡ് ഒന്ന് ഓർത്തെടുക്കുക. എല്ലാവരും ഇല്ലാത്തവർ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ജി കണ്ണൻ നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ജനറേറ്റർ മെട്രിക്സിനെ ജി കണ്ണൻ, ജി കെ എൻ. ജി കെ എൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്ന കെയും നമ്പർ ഓഫ് കോളം എന്ന് പറയുന്ന എന്നും ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് റോ ഞാൻ പറഞ്ഞു. ജി ഓഫ് എക്സ് ഇസ് ദി ഫസ്റ്റ് റോ. G of x is the first row. G of x is the first row of generator matrix. G of x is the first row of generator matrix. അപ്പൊ അതിന്റെ സെക്കൻഡ് റോ ആണ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. തേർഡ് റോ ആണ് എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പൊ ഇവിടെ എത്ര റോ വേണമെന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ എത്ര റോ വേണമെന്ന് നമ്മൾ ആലോചിക്കണം. 7,4 ആണല്ലോ. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ ഏതാണ്? കെയുടെ വാല്യൂ 4. അപ്പൊ ഇവിടെ എത്ര റോ ഉണ്ടായിരിക്കണം? 4 റോ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ. ജനറേറ്റർ മെട്രിക്സിന് 4 റോ ഉണ്ടായിരിക്കണം. അപ്പൊ ജി ഓഫ് എക്സ് ആദ്യത്തെ റോയും എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് രണ്ടാമത്തെ റോയാവും. എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് മൂന്നാമത്തെ റോയാവും. എക്സ് ക്യൂബ് ഇൻറ്റു ജി ഓഫ് എക്സ് നാലാമത്തെ റോയാവും. അതുവരെ മതി. കാരണം എന്താണ്? 4 റോ ആണ് നമ്മുടെ ജനറേറ്റർ മെട്രിക്സിന്റെ റോ എന്ന് പറയുന്നത്. ആദ്യത്തെ റോ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആവുകയും രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, മൂന്നാമത്തെ എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ്, നാലാമത്തെ അല്ലെ നാലാമത്തെ വന്നപ്പോ എക്സ് ക്യൂബ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പൊ 4 വേണമെങ്കിൽ എക്സ് ക്യൂബ് ഇൻറ്റു ജി ഓഫ് എക്സ് നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്താൽ ജി ഓഫ് എക്സ് ഒരു റോ ആയി അല്ലെ, ഫസ്റ്റ് റോ ആയി. എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയപ്പോ രണ്ടാമത്തെ റോ ആയി. എക്സ് ക്യൂബ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയപ്പോ ഒന്നുകൂടെ പറയാം. ജി ഓഫ് എക്സ് 1 ആയി. എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയപ്പോ 2 ആയി. എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ആയപ്പോ 3 ആയി. എക്സ് ക്യൂബ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയപ്പോ 4 ആയി. അപ്പൊ 4 റോ ആയി കഴിഞ്ഞു. ഇനി ഇതിൽ എത്ര എലമെന്റ് എഴുതണം എന്നുള്ളതാണ് നമുക്ക് സംശയമുണ്ടെങ്കിൽ. ഇത് എത്ര എലമെന്റ് എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ ജി കണ്ണനെ ആലോചിക്കുക. എത്ര കോളം അവിടെ ഉള്ളത്? എൻ ആണല്ലോ. എൻ കോളം അല്ലേ അവിടെ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് റോയിൽ എത്ര കോളം ഉണ്ടായിരിക്കണം? എൻ കോളം ഉണ്ടായിരിക്കണം. ഇവിടെ എൻ എത്രയാണ്? 7 ആണ്. ഇവിടെ എന്നിന്റെ വാല്യൂ 7 ആണ്. ഇതിപ്പോ എത്രയായി? 1 2 3 4. അപ്പൊ ഇനി എത്ര എണ്ണം കൂടെ വേണം? 7 ആയി, 4 ആയി, 3. അപ്പൊ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 3 zeros ഇട്ട് കൊടുക്കുക. So this will be the first row of generator matrix. ഇനി രണ്ടാമത്തെ എടുക്കുക. 0 1 1 0 1. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5. മൊത്തം എത്രയാണ് വേണ്ടത്? 7. അപ്പൊ ഇവിടെ എത്ര പൂജ്യം ഇടേണ്ട? 2 പൂജ്യം ഇടുക. മൂന്നാമത്തത് എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. ഒരു പൂജ്യം ഇടുക. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 എല്ലാം ഉണ്ട്. പൂജ്യത്തിന്റെ ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് എഴുതാക്കുന്നത്. ഇതാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു എക്സ്പീരിയൻസ്, പക്ഷെ വളരെ ശ്രദ്ധിക്കണം. ആദ്യത്തെ എലമെന്റ് വളരെ നല്ല രീതിയിൽ എഴുതണം. എന്റെ ഒരു അഭിപ്രായം കണ്ടുപിടിക്കുക. രണ്ടാമത് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക. ജി ഓഫ് എക്സ് എഴുതുക, എക്സ് ഇൻറ്റു ജി ഓഫ് എക്സും കണ്ടുപിടിക്കുക. കാരണം ആക്ച്വലി ജി ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യണമെന്നില്ല. ഒരു ഒറ്റ ഷിഫ്റ്റ് ചെയ്താൽ മതി. ജി ഓഫ് എക്സിനെ ഒരു ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് കിട്ടും. അതിനെ ഒരു തവണയും കൂടെ ഷിഫ്റ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് കിട്ടും. അതിനെ വീണ്ടും ഷിഫ്റ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ഇൻറ്റു ജി ഓഫ് എക്സ് കിട്ടും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യണമെന്നില്ല. പക്ഷെ ആദ്യം കണ്ടുപിടിക്കുന്ന ജി ഓഫ് എക്സ് അത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതണം. കാരണം അല്ലാതെ നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരെണ്ണം തെറ്റിയാൽ മൊത്തത്തിൽ തെറ്റും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ജി ഓഫ് എക്സ് ആദ്യം എഴുതുക, പിന്നെ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് കൂടെ കണ്ടുപിടിച്ചിട്ട് നോക്കുക.
അത് ഷിഫ്റ്റ് ചെയ്ത സാധനം തന്നെയാണോ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന്? ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കിട്ടിയത് രണ്ട് ശരി തന്നെ. കാരണം ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ ഇത് ഏതോ ഒന്ന് തെറ്റിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ജി ഓഫ് എക്സും എക്സ് ഇൻറ്റു ജി ഓഫ് എക്സും കണ്ടുപിടിക്കുക, പിന്നെ ഷിഫ്റ്റ് ചെയ്ത് എഴുതാം, രണ്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ജനറേറ്റർ മെട്രിക്സ് ഞാൻ എടുക്കാം. എക്സാമ്പിൾ അല്ല, നമ്മളിപ്പം പറഞ്ഞതിന്റെ എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് റോ എന്തായിരുന്നു? 1 1 0 1 0 0 0 1 1 0 1 0 0 0 ആണല്ലോ. 1 1 0 1 0 0 0. ഇനി അടുത്ത എലമെന്റ് ഞാൻ പറഞ്ഞു എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യാക്കും? എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഒരു തവണ കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും ബെറ്റർ. അല്ല നമ്മൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ ജി ഓഫ് എക്സ് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? റൈറ്റ് സൈഡിലോട്ട്. അപ്പൊ ഇവിടത്തെ ഈ 1 ഇപ്പുറത്തെ പൊസിഷനിലോട്ട് പോകും, അടുത്ത 1 അടുത്ത പൊസിഷനിലോട്ട് പോകും, അടുത്ത 0 ഇവിടെ പോകും, അടുത്ത 1 ഇങ്ങോട്ട് പോകും, അടുത്ത 0 ഇങ്ങോട്ട് പോകും, അടുത്ത 0 ഇങ്ങോട്ട് പോകും. ഈ ലാസ്റ്റ് 0ക്ക് പോകാൻ പ്ലേസ് ഇല്ല, അത് നേരെ ആദ്യത്തെ പൊസിഷനിലോട്ട്. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമ്മൾ സൈക്ലിക് കോഡ് ഷിഫ്റ്റ് ചെയ്തതുപോലെ ചെയ്താൽ മതി. അതാണ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? അടുത്ത സെക്കൻഡ് റോ ഷിഫ്റ്റ് ചെയ്യുക. ഇവിടത്തെ എക്സ് ഇങ്ങോട്ട് പോകും, ഇവിടത്തെ 1 ഇങ്ങോട്ട് പോകും, അടുത്ത 1 ഇങ്ങോട്ട് പോകും, അടുത്ത 0 ഇങ്ങോട്ട് പോകും, അടുത്ത 1 ഇങ്ങോട്ട് പോകും, അടുത്ത 0 ഇങ്ങോട്ട് പോകും, ലാസ്റ്റ് 0 എന്ത് ചെയ്യും? ലാസ്റ്റ് 0 വീണ്ടും കറങ്ങി ഫസ്റ്റ് ലെവലിലോട്ട് വരും. ആ രീതിയിൽ ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ജനറേറ്റർ മെട്രിക്സിന് ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആദ്യവും പാരിറ്റി മെട്രിക്സ് രണ്ടാമതും എഴുതാം. ഇങ്ങനെ എഴുതിയാൽ നമ്മളെ കോഡ് വേർഡ് എഴുതുമ്പോൾ ആദ്യം മെസ്സേജും കിട്ടും, ആദ്യം എന്ത് കിട്ടും? മെസ്സേജും കിട്ടും, പിന്നെ റിഡൻഡന്റും കിട്ടും. ആദ്യം മെസ്സേജും കിട്ടും, പിന്നെ റിഡൻഡന്റും കിട്ടും. എങ്ങനെ ഇങ്ങനെ എഴുതിയ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ G = PIK. അവിടെ ഞാൻ രണ്ടും പറഞ്ഞു. കൂടുതൽ ചെയ്തത് IKP വെച്ചിട്ടാണ്. G = PIK. ജിയുടെ അകത്ത് പിയും IK ആയിട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടും? ആദ്യം റിഡൻഡന്റും കിട്ടും, പിന്നെ മെസ്സേജും കിട്ടും. ലീനിയർ ബ്ലോക്ക് കോഡിന്റെ കേസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ലീനിയർ ബ്ലോക്ക് കോഡിന്റെ കേസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. പക്ഷേ സൈക്ലിക് കോഡിന്റെ കേസിൽ ഈ രണ്ടാമത് പറഞ്ഞ സാധനം മാത്രമേ എഴുതാറുള്ളൂ, ഈ ആദ്യത്തെ സാധനം എഴുതാറില്ല. അത് എന്തുകൊണ്ട് എന്ന് കുറച്ചുകൂടെ നിങ്ങൾ ക്ലിയർ ആവുന്നത് നെക്സ്റ്റ് ടോപ്പിക്കായ എൻകോഡിംഗ് സർക്യൂട്ട് കാണുമ്പോഴായിരിക്കും. എൻകോഡിംഗ് സർക്യൂട്ട് കാണുമ്പോഴാണ് മെസ്സേജ് അവസാനവും ആദ്യം റിഡൻഡന്റ് ബിറ്റ് വരുത്തുക എന്നുള്ളത് അപ്പോഴേ ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എൻകോഡിംഗ് സർക്യൂട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എന്തുകൊണ്ടാണ് ഇത് മാത്രം പോസിബിൾ എന്നുള്ളത്. ഒരു ചെറിയൊരു കാര്യം പറയാം. മെസ്സേജ് വന്നതിന് ശേഷം, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോഡ് ഉണ്ടെന്ന് വെക്കുക, 10110000 ഇങ്ങനെ ഒരു കോഡ് ഉണ്ടെന്ന് വെക്കുക. എങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ മെസ്സേജിന്റെ ആദ്യത്തെ ഇതാണ്, രണ്ടാമത്തെ ബിറ്റ് ഇതാണ്, മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ 0 ആണ്, പിന്നെ അടുത്ത 0 ആണ്, പിന്നെ അടുത്ത 0. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ മെസ്സേജ് ഇവിടെ വന്നാൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്ന് പറയാൻ കാരണം ഈ മെസ്സേജിൽ നിന്നാണ് നമ്മൾ റിഡൻഡന്റ് ബിറ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്തുണ്ടായിരിക്കണം? അവിടെ മെസ്സേജ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മെസ്സേജ് ഇവിടെ എഴുതുന്നത്. കാരണം മെസ്സേജിന് ശേഷമേ റിഡൻഡന്റ് ബിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം മെസ്സേജ് ഈ വശത്തും റിഡൻഡന്റ് ബിറ്റ് ഇവിടെയും തന്നെ വേണം. കാരണം ഈ മെസ്സേജിൽ നിന്നാണ് റിഡൻഡന്റ് ബിറ്റ് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് 6ഉം മെസ്സേജും ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണ്? ആദ്യം ഒരിക്കലും നമുക്ക് 6 അയക്കാക്കുന്നില്ല. മെസ്സേജ് വന്നിട്ട് ഈ അയക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ആദ്യം മെസ്സേജ് ബിറ്റ് വരികയാണെങ്കിൽ ആ മെസ്സേജ് ബിറ്റ് ട്രാൻസ്മിറ്റും ചെയ്യും, ആ മെസ്സേജ് ബിറ്റിൽ നിന്ന് തന്നെ റിഡൻഡന്റ് ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സർക്യൂട്ടിലോട്ട് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടുത്തെ കേസിൽ മെസ്സേജ് ബിറ്റ് ഈസ് ഓൾവേസ് അറ്റ് ദിസ് റൈറ്റ് മോസ്റ്റ് എൻഡ്. മെസ്സേജ് ബിറ്റ് ഈസ് ഓൾവേസ് അറ്റ് ദിസ് റൈറ്റ് മോസ്റ്റ് എൻഡ്. ലീനിയർ ബ്ലോക്ക് കോഡിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം. പക്ഷെ ഇവിടെ ഈ ഒരൊറ്റ രീതിയിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? So the generator matrix is not, so generator matrix is in PI4. ഇനി ഇവിടത്തെ ഒരു കുഴപ്പം എന്താണെന്ന് നോക്കാം. നമ്മൾ സിസ്റ്റമാറ്റിക് കോഡ് വേർഡ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ ജനറേറ്റർ മെട്രിക്സ് നമ്മൾ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ജനറേറ്റർ മെട്രിക്സ് നമുക്കറിയാം എന്താണ്? പാരിറ്റിയും ഐഡന്റിറ്റി മെട്രിക്സും ആണ്. ഈ സാധനം കണ്ടിട്ട്
ഐഡന്റിറ്റി മെട്രിക്സ് എവിടെ? അപ്പൊ നമുക്കറിയാം 7,4 ആണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ IK ആണ് അല്ലെ? ഐഡന്റിറ്റി മെട്രിക്സ് നോക്കി IK ആണ്. IK അപ്പൊ K എന്ന് വെച്ചാൽ 4 ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് എന്തായാലും 1 0 0 0 അല്ലെ? 4/4 സ്ക്വയർ മെട്രിക്സ് ആയ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 0 1 0 0 0 0 1 ഇങ്ങനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് G(k)യുടെ അവസാനത്തെ സ്പേസിൽ ഉണ്ടാവണം. പക്ഷെ ഇവിടെ നോക്കിയേ 4 എത്രയാണ്? 4 ബിറ്റ് അല്ലേ? ഈ 4 ബിറ്റ് എടുത്ത് നോക്കിയേ, ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണോ? 1 0 0 0 ഓക്കെ, 0 1 0 0 ഓക്കെ. ഇത് 1 0 1 0 പറ്റത്തില്ല. 0 0 1 0 ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനറേറ്റർ മെട്രിക്സിന്റെ ജനറൽ ഫോം എന്താണ്? സിസ്റ്റമാറ്റിക് ആകുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സും പാരിറ്റിയും ഐഡന്റിറ്റി മെട്രിക്സും ആണ്. അപ്പൊ ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആയോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ G(x)ൽ നിന്ന് x(g(x) ഒക്കെ കണ്ടുപിടിച്ച് ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്തുവെങ്കിലും ജനറേറ്റർ മെട്രിക്സ് മൊത്തത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. ജനറേറ്റർ മെട്രിക്സ് ഫുള്ളി നമുക്ക് കിട്ടിയിട്ടില്ല. ഫുള്ളി കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ദി ഫോം പാരിറ്റി ആൻഡ് ഐഡന്റിറ്റി മെട്രിക്സ്. ഫുള്ളി കിട്ടിയിട്ടില്ല. ഫുള്ളി കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓഫ് ദി ഫോം പാരിറ്റി ആൻഡ് ഐഡന്റിറ്റി മെട്രിക്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. പണ്ട് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് നന്നായിട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുക പോലെ ചെയ്യാതെ തന്നെ ചെയ്യാം. എങ്കിലും അതൊന്ന് ഞാൻ റിക്കളക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ മതി. ആദ്യത്തെ മെട്രിക്സിന് കുഴപ്പമുണ്ടോ? 1 0 0 0 കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച സ്ഥാനം തന്നെ. 0 1 0 0 കുഴപ്പമില്ല, വിചാരിച്ച സ്ഥാനം തന്നെ. മൂന്നാമത്തത് എന്തായിരിക്കണം? ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ 0 0 1 0 ആയിരിക്കണം. ഇത് 0 0 1 0, ഈ 1 കുഴപ്പമില്ല, ഈ 1 0 ആക്കണം. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ റോകൾ തമ്മിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 2 3 റോകൾ തമ്മിൽ ആഡ് ചെയ്യുകയോ ചെയ്താൽ ഈ ഒരു സാധനം 0, അതായത് ഈ ഒരു ഇപ്പോ ഈ റൗണ്ട് ചെയ്യുന്ന ഈ 1 0 ആയാൽ നമ്മൾ ആ തേർഡ് റോയിനും കംഫർട്ടബിൾ ആയി. അപ്പൊ നോർമൽ കേസിൽ 1 2 ആഡ് ചെയ്ത് മൂന്നാമത്തായിട്ട് ആഡ് ചെയ്യണം. കഴിവതും ഓരോന്നും ആഡ് ചെയ്ത് നോക്കുക. ഫസ്റ്റും തേർഡും കൂടെ, അതായത് ഈ റോ വേറെ ഏതെങ്കിലും റോ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റും ഇത് 0 ആവോ? ഇവിടെ അഡീഷൻ എന്ന് വെച്ചാൽ XOR അഡീഷൻ ആണ്. അപ്പൊ 1 XOR 1 0 ആയി, 0 XOR 0 0 ആയി, 0 XOR 1 1 ആയി, 0 XOR 0 ഓക്കെ. അപ്പൊ അത് ഓക്കെ ആണ് അല്ലെ? എന്താണ് R3? ഇഫ് അവർ R3 becomes R3 plus R1 അല്ലെങ്കിൽ R1 plus R3. If our R3 new R3 becomes R3 plus R1 ആണെങ്കിൽ we will be getting എന്ത് കിട്ടും? ഈ റോ എന്തായി മാറും? 1 XOR 1 0 0 XOR 0 0 0 XOR 1 1 0 XOR 0 0. അപ്പൊ ആ റോ നമ്മൾ വിചാരിച്ച കണക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഒരു കാര്യം ഓർക്കുക, ഒരു കാര്യം എല്ലാവരും ഓർക്കുക, തേർഡ് റോയാണ് ഞാൻ R3 plus R1 ആക്കിയത്. തേർഡ് റോയാണ്, അല്ലാതെ ഈ തേർഡ് റോയുടെ ഒരു അറ്റത്തുള്ള ഭാഗമല്ല. തേർഡ് റോ മൊത്തത്തിലാണ് R3 plus R1 ആയത്. അപ്പൊ ഇവിടത്തെ ഈ എലമെന്റ് മാറും അല്ലെ? ഇനിഷ്യൽ ഈ എലമെന്റ് എന്തായി മാറും? 1 XOR 0 അല്ലെ? അപ്പൊ അത് ഞാൻ മൊത്തത്തിൽ എഴുതട്ടെ. ഈ തേർഡ് റോ മൊത്തത്തിൽ ഒന്ന് എഴുതി നോക്കട്ടെ. തേർഡ് റോ മൊത്തത്തിൽ എഴുതുമ്പോ 1 ഇത് തൊട്ട് എഴുതണം. 1 XOR 0 എന്തായി? 1 സോറി ഇതല്ല കേട്ടോ. 1 XOR 1 XOR 0 എന്തായി മാറും? 1 ആവും. അടുത്ത 1 XOR 0 അതും 1 ആവും. അടുത്ത 0 XOR 1 അതും 1 ആവും. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതെങ്ങനെ 0 ആക്കും എന്നുള്ളത്. ഇതെങ്ങനെ 0 ആക്കും എന്ന് പറഞ്ഞാൽ ആ റോ മൊത്തത്തിലാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. ആ റോ മൊത്തത്തിലാണ്. ഈ ബാക്കി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1 XOR 1 എന്തായി? 0 0 XOR 0 0 0 XOR 1 1 ആയി, 0 XOR 0 0 അല്ലെ? അപ്പൊ നമ്മളെ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സിന് വേണ്ട മൂന്നാമത്തെ റോ എന്തായിരിക്കും? ഐഡന്റിറ്റി മെട്രിക്സിന്റെ 0 0 1 0. അത് ശരിയായി. അപ്പൊ ഇത് മൊത്തത്തിൽ മാറുവേ 1 1 1 0 0 1 0. അപ്പൊ എന്തായി മാറും? ആ രീതിയിൽ ആലോചിച്ചാൽ ഇവിടെ 1 ആയി, ഇവിടെ 1 ആയി, അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 0 ആയി, ഇവിടെയും 0 ആയി, ഇത് 0 ഇത് 1. അപ്പൊ എന്തായി? 1 1 0
0 0 1 0 ആയിരിക്കും. ഇനി ലാസ്റ്റ് റോ നമുക്ക് എന്തായി മാറണമെന്ന് ആലോചിച്ച് നോക്കിയേ. ലാസ്റ്റ് റോയില് എന്താണ് നമുക്ക് വേണ്ടത്? ഇത് 0 ആവണം, ഇത് 0 ആവണം, ഇത് 0 തന്നെ, ഇത് അതിന് മാറ്റമുണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണം എങ്ങനെയെങ്കിലും പോകണം. അപ്പൊ ലാസ്റ്റ് റോ എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതും ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1 0 0 0 1 1 0 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 XOR 1. ഇത് 0 ആയി, ഇത് 1 ആയി, ഇത് 0 ആയി, ഇത് 1 ആയി. അപ്പൊ എന്തായിട്ടും 0 1 0 1 ആവും. ലാസ്റ്റ് റോയും R1 പ്ലസ് R3 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? R1 പ്ലസ് R3 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? R1 പ്ലസ് R3 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഓക്കെ, R1 പ്ലസ് R3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 XOR 1. ഈ 1ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 XOR 1 എന്ത് കിട്ടും? 1 0 1. അപ്പൊ അത് മാത്രം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂല? നമ്മൾ വിചാരിച്ച കണക്ക് 0 0 0 1 കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. നമ്മൾ അതിന്റെ കൂടെ R2 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ R3 ടെൻസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. കാര്യം എന്താണ്? R1 ശ്രദ്ധിക്കുക, ഇത് R1 പ്ലസ് R4 ആണ് അല്ലേ? R1 പ്ലസ് R4 ആഡ് ചെയ്തപ്പോ നമുക്ക് ഇത് കിട്ടി. എന്താണ്? 0 1 0 0 ആണല്ലോ. 0 1 0 1 എന്ന് കിട്ടി. ഇനി അത് R2 കൂടെ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 XOR 0 0 കിട്ടും, 1 XOR 0 0 കിട്ടും, 0 XOR 1 1 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ കൂടെ പ്ലസ് R2 കൂടെ ചെയ്താൽ എന്ത് കിട്ടും? R2 പ്ലസ് R1 പ്ലസ് R4. R4ന്റെ പുതിയ വാല്യൂ R2 പ്ലസ് R1 പ്ലസ് R4 ചെയ്താൽ R4ന്റെ പുതിയ വാല്യൂ R2 പ്ലസ് R1 പ്ലസ് R4 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റോയിൽ എന്ത് കിട്ടും? ദിസ് റോ വിൽ ബിക്കം 0 0 0 1 ആസ് അവർ റിക്വയർമെന്റ് കിട്ടും. ഒരു കാര്യം ഓർക്കുക, അപ്പൊ R2ഉം R1ഉം R4ഉം കൂടെ ആഡ് ചെയ്ത് മൊത്തത്തിലാണ് ഈ കോളത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ R1ഉം R2ഉം R4ഉം 1 XOR 0 XOR 1. അപ്പൊ ഈ എലമെന്റ് എന്തായി മാറും? 1 ആയി മാറും. അടുത്ത 1 XOR 1 0 ആവും, 0 XOR 0 0 ആവും. അപ്പൊ ഇതിന് കുഴപ്പമില്ല. അടുത്ത 0 XOR 0 അതും 0 ആവും. 1 XOR 0 XOR 1 അത് 1 ആവും. അടുത്ത 0 XOR 1 XOR 1 അത് 0 ആയി മാറും. അടുത്ത 0 XOR 1 XOR 0 എന്താണ്? 0 XOR 1 XOR 0 1 ആയി മാറും. അല്ല നോക്കട്ടെ, R1 R2 ഓക്കെ സോറി 0 XOR R1ഉം R2ഉം R4 ആണ്. 0 XOR 0 XOR 0. അപ്പൊ എന്തായി മാറും? അത് 0 ആയി മാറും. അപ്പൊ ആ രീതിയില് ഞാൻ നേരത്തെ എങ്ങനെ തന്നെയാണോ നോക്കിയത്? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഫോർത്ത് റോയും. അപ്പൊ 1ഉം 0ഉം 1ഉം 1ഉം 0ഉം 0ഉം പുതിയ വാല്യൂ ആണ് എഴുതുന്നത്. 1ഉം 0ഉം 0ഉം. ഞാൻ അതൊന്നും കൂടെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആവും. അപ്പൊ നോക്കി, അടുത്ത നമ്മള് R3 മാറ്റിയത് മനസ്സിലായി. ഇനി R4ന്റെ എന്ത് കിട്ടും? R4 നമ്മൾ പറഞ്ഞു എന്താണ്? R1ഉം R2ഉം പഴയ R4 കൂടെയാണ് പുതിയ R4 ആവുന്നത്. അപ്പൊ പുതിയ R4 നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് എഴുതാം. എന്ത് കിട്ടും? 1ഉം 0ഉം 0 എന്ത് കിട്ടും? 1 എന്ന് കിട്ടി. അടുത്ത 1ഉം 1ഉം 0ഉം 1ഉം 1ഉം 0ഉം എന്താണ്? 0 എന്ന് കിട്ടി. അടുത്ത 0ഉം 1ഉം 0ഉം 0ഉം 1ഉം 0ഉം 1 എന്ന് കിട്ടി. അടുത്ത 1ഉം ഓക്കെ 0ഉം കിട്ടിയിട്ടില്ല. 1ഉം 0ഉം 0ഉം 1 എന്ന് കിട്ടി. 1ഉം 1ഉം 0ഉം
0 എന്ന് കിട്ടി, 0യും 1ഉം 0യും 1 എന്ന് കിട്ടി, 1ഉം 0യും 1ഉം എന്തെന്ന് കിട്ടും? 1ഉം 0യും 1ഉം ആകുമ്പോൾ 0 എന്ന് കിട്ടി, 0യും 1ഉം 1ഉം എന്ത് കിട്ടും? 0 എന്ന് കിട്ടി, 0യും 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 0 എന്ന് കിട്ടി, 0യും 0യും 1ഉം 1 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും R4 ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ഓർക്കുക, R3യും R4ഉം ആയിരുന്നു ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സിന് സിമിലർ അല്ലാതിരുന്നത് അല്ലെ? കാരണം എന്താണ്? ഇതിന്റെ വാല്യൂ എന്തായിരിക്കണമായിരുന്നു? 0 0 1 0 ആവണം. അപ്പൊ അതില് ഈ 1നെ എടുത്ത് കളയാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അടുത്തത് 0 0 0 1. അപ്പൊ ഇവിടെ ഈ 1ഉം ഈ 1ഉം എടുത്ത് കളയണം. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ രീതി ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ PI4 ഫോമിലോട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതേ സാധനം തന്നെ കിട്ടും. അപ്പൊ ഇതിനും മാറ്റം ഇല്ലായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ട്രാൻസ്ഫോം ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. സോ ദിസ് ഈസ് അവർ ജനറേറ്റർ മെട്രിക്സ് ഇൻ എന്താണ്? സിസ്റ്റമാറ്റിക് ഫോം. ദിസ് ഈസ് അവർ ജനറേറ്റർ മെട്രിക്സ് ഇൻ സിസ്റ്റമാറ്റിക് ഫോം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഒരു ജനറേറ്റർ കോഡ് വേർഡ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ 7,4ന്റെ കോഡ് വേർഡ് ഫോം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇങ്ങനെ പറ്റും. എന്ത് വെച്ച് പറ്റും? ആദ്യം ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്തു, ഇപ്പൊ ഈ പറഞ്ഞ കണക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? C = DG അല്ലെങ്കിൽ V = DG. സിമ്പിൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നുകിൽ C, നമ്മൾ പണ്ട് ഉപയോഗിച്ചാണെങ്കിൽ C ആണ്. C = D × G. ജനറൽ ഫോം ആയതുകൊണ്ട് ജനറൽ ഇക്വേഷൻ കൊടുക്കുക, D0. ഇനി ബാക്കിയെല്ലാം സെയിം, D1 D2 D3. ജനറേറ്റർ മെട്രിക്സ് നമുക്ക് കിട്ടി. അപ്പോ ഓരോന്നിന്റെ കോഡ് വേർഡ് ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഇവിടെ C1 = D1 അല്ല, C1 is not equal to D1. കാരണം ഇവിടെ ആദ്യം റിഡൻഡന്റ് പിന്നെ മെസ്സേജും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ C1ന്റെ ഇക്വേഷൻ കിട്ടും. C1 = നമ്മളപ്പോ ഇനി കോഡ് വേർഡ് എങ്ങനെ ഫോം ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ C1 ഫോം ചെയ്യാം. C1 എന്താണ്? C1 അല്ലെങ്കിൽ ഇവിടെ V അല്ലേ ഉപയോഗിച്ചത്? V1 എന്താണ്? V1 V2 എക്സെട്ര അപ് ടു V7 അല്ലേ ഇവിടെ ഉള്ളത്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ V1 അല്ലെങ്കിൽ C1 എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പൊ V1 എങ്ങനെ കിട്ടും? V1 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ V1 എന്ത് കിട്ടും? V1 = D0 D1 × 0 D2 × 1 D3 × 1. അപ്പൊ D0 XOR D2 XOR D3, D0 D2 D3. ഇതാണ് V1. സിമിലർലി V2 കിട്ടും, V3 കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കാര്യം കിട്ടും. V4 അവസാനത്തെ 4 ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോറി, ഒരു കാര്യമുണ്ട്. ഇവിടെ V1 to V7 അല്ല, ഇവിടെ എല്ലാം നമ്മൾ 0 എന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പത്തിന് V0 to V6 എഴുതാൽ മതി. V0 to V6. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞാൻ ഒന്നുകൂടെ ക്വിക്ക് ആയിട്ട് പറയാം. ഇവിടെ V ആണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ എല്ലാ 0 എഴുതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവണം. V0 to ഇവിടെ എന്നിന്റെ വാല്യൂ 7 ആണ്. അപ്പം 0 എന്ന് പറയുന്നത് V0 to V6 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. V0 എങ്ങനെ കിട്ടും? V0 is obtained by multiplying ആദ്യത്തെ എലമെന്റ്, ആദ്യത്തെ എലമെന്റ് V0. ആദ്യത്തെ റോയിൽ ആദ്യത്തെ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതല്ലേ ഈ എലമെന്റ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V0യുടെ വാല്യൂ V0 will be equal to D0 XOR D2 XOR D3. V0 കിട്ടും, ഇതേപോലെ V1 കിട്ടും, ഒരു വാല്യൂ V3 കിട്ടും. ഇവിടെ റിഡൻഡന്റ് ബിറ്റിന്റെ എണ്ണം R ന്റെ വാല്യൂ 3 ആണ്. അപ്പം V0 V1 V2 വരെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. എന്താണ്? D0യുടെ D2ന്റെ കോമ്പിനേഷൻ. ഇനി V3യുടെ വാല്യൂ എന്താണ്? V3 will be equal to V3. ഇവിടെ നമുക്ക് മറ്റൊരു എളുപ്പം എഴുതാറില്ല. V3 is equal to D0, V4 is equal to D1. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? കാരണം എന്താണ്? ഇനി അങ്ങോട്ട് അവസാനം നമുക്ക് മെസ്സേജ് കിട്ടും അല്ലെ? അവസാനത്തെ 4 ബിറ്റ് മെസ്സേജ് ബിറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്.
സോ അവസാനത്തെ 4 ബിറ്റ് V0 V1 V2 വരെ റിഡൻഡന്റ് കിട്ടി. V0 V1 V2 വരെ റിഡൻഡന്റ് ബിറ്റ് കിട്ടി. ബാക്കി V3 തൊട്ട് V6 വരെ ഈ സെയിം ആസ് അവർ മെസ്സേജ് ബിറ്റ് D0 to D3. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് സിസ്റ്റമാറ്റിക് കോഡും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ സിസ്റ്റമാറ്റിക് കോഡ് വേർഡ് ഓഫ് സൈക്ലിക് കോഡ് ചോദിച്ചാൽ നമുക്ക് ഈ രീതിയിൽ ജനറേറ്റർ മെട്രിക്സ് വെച്ച് കണ്ടുപിടിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് കോഡിന്റെ റിമൈൻഡർ വെച്ച് കണ്ടുപിടിക്കുന്ന ഓരോ ഡിയും എടുത്ത് റിമൈൻഡർ പോളിനോമിയൽ വെച്ച് കണ്ടുപിടിക്കുക. ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എളുപ്പം ചെയ്യാമെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ജനറേറ്റർ മെട്രിക്സ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇതാകുമ്പോൾ നോക്കിയേ, ഓരോ വേർഡും 0000 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം, ഡിവൈഡ് ചെയ്യണം. 01 കണ്ടുപിടിക്കണം, അല്ല 0001 0010 അങ്ങനെ എല്ലാം എടുത്ത് റിമൈൻഡർ പോളിനോമിയൽ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ജനറേറ്റർ മെട്രിക്സ് വെച്ച് ചെയ്താലുള്ള ഗുണം ഈ ട്രാൻസ്ഫോർമേഷന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. പക്ഷെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ പഴയ രീതിയിൽ തന്നെ കിട്ടും. ഇനിയിപ്പോ നമുക്ക് ഇതിൽ നിന്ന് ഒരു കോഡ് 0000 എങ്ങനെ കണ്ടുപിടിക്കും? 0000 എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ D0 വാല്യൂ 0, D1 വാല്യൂ 0, D2 വാല്യൂ 0, D3 വാല്യൂ 0. ഫസ്റ്റ് V എന്ത് കിട്ടും? V0 D0 D2 D3 0 തന്നെ കിട്ടും. അടുത്ത V1 അതേപോലെ ഒരു വാല്യൂ കിട്ടും. V2 ഒരു വാല്യൂ കിട്ടും. V3 എന്ന് വെച്ചാൽ D0 0 ആണ്. പണ്ട് പറഞ്ഞതാണ് കേട്ടോ, ഫ്ലിപ്കാർട്ട് പറയുന്നത്. V4 അങ്ങനെയാണ്, V5 അങ്ങനെയാണ്, V6. നമ്മൾ ലീനിയർ ബ്ലോക്ക് കോഡ് പഠിച്ചപ്പോൾ കണ്ടുപിടിച്ച മെത്തേഡ് തന്നെയാണ് ഇവിടെ ആകെ വന്നിട്ടുള്ള മെത്തേഡ്. ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്യുക, അതിനെ ട്രാൻസ്ഫോം ചെയ്ത് IP ഫോം I Kയും Pയും ആക്കി മാറ്റുക അല്ലെ. ജനറേറ്റർ മെട്രിക്സിനെ I Kയും P ആക്കി ആ ഫോമിലോട്ടാക്കി തന്നെ Pയും I4 അല്ലെ, Pയും Iയുടെ ഫോമിലോട്ട് ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ നമ്മൾ ആകെ ചെയ്തുള്ളൂ. The other things are same. D0 D1 D2 D3. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ കോഡുകളും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തേക്കുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട് കോണ്ടാക്ട് മീ.